ഈ പ്ലാവിലാണെങ്കിൽ നമ്മൾ ഏറ്റവും മധുരമുള്ള ചക്ക പറഞ്ഞാൽ എവിയാർക്ക് അത് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ J33 നല്ല പ്ലാവാണ്, അതും നമ്മളുണ്ട്. പിന്നെ ഓഫ് സീസിൽ കായ്ക്കുന്ന വിയക്നേളി അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ മാവിൻ്റെ വെറൈറ്റി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൾ സീസൺ മാവ്, അപ്പോൾ നമുക്കത് ഓൾ സീസണാണ്, എല്ലാ ടൈമിലും കായ്ക്കുന്ന മാവുകളുണ്ട്. നീലുണ്ട്, അതുപോലെ നാംഡോക്ക് മൈ ഉണ്ട്, R2 അങ്ങനെ ഓസ്ട്രേലിയൻ മാവ് നാംഡോക്ക്, ഇത് ഐറ്റംസ് ഉണ്ട്. അതുപോലെ പേരയുടെ വെറൈറ്റി ആണെങ്കിൽ ഒരു 10-25 വെറൈറ്റി പേരകൾ, 20 വെറൈറ്റി പേരകൾ തന്നെ നമ്മുടെ അടുത്തുണ്ട്. അലഹബാദ് സഫേദ്, വെരിഗേറ്റഡ്, അങ്ങനെ കുറേ ഐറ്റംസ്. നമ്മൾ VNR, തായ്പിങ്ക്, അങ്ങനെ കുറേ ഐറ്റംസ്. അതുപോലെ നമ്മൾ ചാമ്പകൾ, ഉമ്മർ ചാമ്പ, ഡൽഹരി ചാമ്പ, തായ്ലൻഡ് റെഡ് ചാമ്പ, അങ്ങനെ ചാമ്പകൾ. അതുപോലെ മിൽക്ക് ഫ്രൂട്ട് ആണെങ്കിൽ മിൽക്ക് ഫ്രൂട്ടിൻ്റെ പർപ്പിൾ വെറൈറ്റിയും ഗ്രീൻ വെറൈറ്റിയും അങ്ങനെ വെറൈറ്റികളുണ്ട്. അതുപോലെ നമ്മൾ പിന്നെ ഓരോ ഐറ്റംസും ഞാവൽ, വൈറ്റ് ഞാവൽ പറഞ്ഞാൽ ബ്ലാക്ക് ഞാവലിനായിട്ട് ഏറ്റവും സൂപ്പറായ ഞാവൽ. അതുപോലെ നമ്മൾ കരിവേപ്പില, ചൈനീസ് കരിവേപ്പില, നമുക്ക് ആവശ്യം ചൈനീസ് കരിവേപ്പില, അതിൻ്റെ വെറൈറ്റി പ്ലാന്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റുകളാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ വിളിച്ചിട്ട് വരണം. കാരണം ഞാൻ എൻ്റെ ഓഫീസിലുള്ളതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസിലുള്ളതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകും. ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളും ഞാൻ അവിടെ ഉണ്ടാവും. എല്ലാ ദിവസം ദയവ് ഇത് വിളിച്ച് വരുമ്പോൾ നമുക്ക് നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല, എനിക്കും ബുദ്ധിമുട്ടില്ല. വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ട് പറഞ്ഞാൽ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ഏത് വേണമെച്ചാൽ ചോദിച്ചുകൊണ്ട് എടുത്തുതരാം. അതുപോലെ കർഷകർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഏത് സമയത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായ മറുപടി, എന്നാൽ അറിയുന്ന മറുപടി നിങ്ങൾക്ക് തരുന്നതാണ്. അതിൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ മലപ്പുറം ജില്ലയിൽ തവനൂർ പഞ്ചായത്തിൽ അതളൂർ എന്ന പറഞ്ഞ സ്ഥലത്താണ്. ഇത് നമ്മൾ തായ് ജംബോ സപ്പോട്ടയാണ്. കണ്ടോ, ഏകദേശം ഒരു 600 മുതൽ 800 ഗ്രാം വരെ ഉണ്ടാവും. ഇത് ഞാൻ കിളി കൊത്താതിരിക്കാൻ വേണ്ടി ഒന്ന് മൂടിയിട്ടാണ്. ഇത് എത്ര നമുക്ക് നിങ്ങളെ വീഡിയോയിൽ ക്യാമറയിൽ അറിയുന്നറിയില്ല. ഇതാ ഏകദേശം എൻ്റെ ഉൾക്കൈയിൽ ഒതുങ്ങണതാണ്. ഇതിപ്പോഴും പഴുത്തിട്ടില്ല. ഏകദേശം 600 മുതൽ 800 ഗ്രാം വരെ തൂക്കം വരുന്ന സപ്പോർട്ടാണ് തായ് ജംബോ സപ്പോർട്ട്. ഇത് ഭയങ്കര നല്ല ടേസ്റ്റുള്ളൊരു പഴം കൂടിയാണ്. ഇത് നമ്മളിതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇതുണ്ട് അടുത്തത് പൂവിട്ട് വരുന്നുണ്ട്. കണ്ട ഈ സ്റ്റേജ് ഉണ്ട്, ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ഭാഗത്തുണ്ടോ പൂട്ട് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ അതിങ്ങനെ ഓൾ സീസണാണിത്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇത്രയും സപ്പോർട്ട് കഴിച്ചതിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള സപ്പോർട്ടാണ് തായ് ജംബോ. ഇതിൻ്റെ ഇവിടെ പ്ലാന്റുകളുണ്ട്, 600 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങുള്ള പ്ലാന്റുകളുണ്ട് ഇവിടെ. ഇത് നമ്മൾ മിലിറ്ററി സപ്പോർട്ട അറിയും. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെടിയായി വളർത്തുകയും ചെയ്യാം, നമുക്ക് കായഫലം കഴിക്കുകയും ചെയ്യാം. സൈസ് മാത്രമല്ല, ഞാനൊരു കാര്യം പറയുന്നത്, തായ് ജംബോ സപ്പോട്ട കഴിഞ്ഞാൽ ഈ സപ്പോട്ടയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഞാൻ കഴിച്ചതാണ് ബനാന സപ്പോട്ടേനെക്കാട്ടി എനിക്ക് തോന്നിയുള്ളൂ. എൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എൻ്റെ ടേസ്റ്റ് തായ് ജംബോ സപ്പോട്ട കഴിഞ്ഞാൽ ഈ മിലിറ്ററി സപ്പോട്ട നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ബനാന സപ്പോട്ട ക്രിക്കറ്റ് ബോൾ സപ്പോട്ട ഉള്ളൂ. ഇത് നമ്മൾ റൂബി റെഡ് ലോങ്ങനാണ്. ഇതൊരു പ്ലാന്റാണ്, ഇതൊരു പ്ലാന്റാണ്. നമുക്ക് ഫ്ലഷ് കുറവും സീഡ് വലുതായുള്ളൊരു ലോങ്ങനാണ് റൂബി റെഡ് ലോങ്ങൻ. ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രീപ്പർ ലോങ് ഉണ്ട് ഇവിടെ. ഒരു ക്രീപ്പർ ലോങ്ങനാണ്. അതുപോലെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വൈറ്റ് ലോങ് ഉണ്ട് ഇവിടെ. ഇത് വൈറ്റ് ലോങ്ങനാണ്. ഇതൊക്കെ കാഴ്ച പ്ലാന്റുകളാണ്. ഇത് വൈറ്റ് ലോങ്ങനാണ്. നല്ല ബുഷായ ചെടികളാണ്. ഇതിൻ്റെ നമ്മൾ ഇവിടുന്ന് ഇത് എടുത്തിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെടികളുണ്ട്. ഇത് 4 സീസൺ ലോങ്ങനാണ്. നമ്മൾ കാഴ്ച പ്ലാന്റാണ് 4 സീസൺ ലോങ്ങൻ. ഇതിങ്ങനെ വൈറ്റ്, ഈ കാണുന്നത് വൈറ്റാണ്. ഇത് ഡൽഹരി ചാമ്പയാണ്. നമ്മളെ കാഴ്ച പ്ലാന്റാണ്. പ്രാവശ്യം ആയിട്ടില്ല. ഡൽഹരി ചാമ്പ. ഇത് നമ്മൾ ഉമ്മർ ചാമ്പ. ഉമ്മർ ചാമ്പയാണ്. ഇതും കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച ചാമ്പയാണ്. ഉമ്മർ ചാമ്പ. ഇതൊക്കെ ഞാൻ ചട്ടിയിലാണ് വെച്ചുള്ളത്.
ആ വലിപ്പമുള്ള ലീഫാണ് മസ്താമ്പ, നല്ല ടേസ്റ്റുമാണ്. ഇത് നമ്മളിതിൻ്റെ തൈകളുണ്ട് ഇവിടെ, 300 രൂപ മുതൽ തൈകളുണ്ട്. വലിയ ചെടി ഇല്ല, വലിയ ചെടി കഴിഞ്ഞു. ഇപ്പോൾ തൈകളാണ് ഞാൻ കൊടുക്കുന്നത്. 1200 രൂപ വലിയ ചെടി ഉണ്ട് വില ഉള്ളത്. ഇത് വെരിഗേറ്റഡ് ചാമ്പ. ഈ ചാമ്പയുടെ പ്രത്യേകത നമുക്ക് കഴിക്കാൻ പറ്റും ചെയ്യും, ചാമ്പ കഴിക്കാനും പറ്റും. നമ്മൾ ചെടി പോലെ വളർത്തുകയും ചെയ്യുക. അതിൻ്റെ ലീഫ് കണ്ട വെരിഗേറ്റഡ് ആണ്, നല്ല രസമുള്ള ലീഫാണ്. ചട്ടിയിൽ നമുക്ക് ഫ്രണ്ടിലൊക്കെ വെക്കാം. നമ്മൾ പൂന്തോട്ടത്തിൽ ചെടി വെക്കുന്നതിന് പകരം ഇത് വെക്കാം. അതുപോലെ തന്നെ ഇതൊരു വേറെ വെരിഗേറ്റഡ് ചാമ്പയാണ്. ഉണ്ടോ, ഇതിൻ്റെ ലീഫ് അതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. രണ്ട് കളറാണ്. ഇതൊരു വെരിഗേറ്റഡ് ചാമ്പയാണ്. ഇതൊക്കെ അതെ നമുക്കിതൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് 2 ഗുണമുണ്ട്. ഇത് നമുക്ക് ഭക്ഷ്യയോഗ്യമാണേനും നമ്മൾ ചെടി പോലെ വളർത്തും ചെയ്യാം. ഇത് ഡൽഹരി ചാമ്പ. ചാമ്പകൾ ഡൽഹരി ചാമ്പ ഉണ്ടാവും. ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട്, വലിയ പ്ലാന്റും ഉണ്ട്. നമ്മളിവിടെ 300 രൂപ മുതൽ പ്ലാന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1200 വരെ ഡൽഹരി ചാമ്പയുടെ പ്ലാന്റുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് വെരിഗേറ്റഡ്, നേരത്തെ പറഞ്ഞില്ലേ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റുകളാണ്, കാഴ്ച പ്ലാന്റുകളാണ്. ഇതിവിടെ 300 രൂപ മുതൽ പ്ലാന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ അപ്പുറത്തുണ്ട് ഇരിക്കുന്നത്. ഇത് തായ്ലാൻഡ് ചാമ്പ, സോറി ഡൽഹരി അല്ല, ഇത് തായ്ലാൻഡ് ചാമ്പ. ഇത് തായ്ലൻഡിൻ്റെ റെഡ് ഉണ്ട്. ഇത് നമ്മൾ സീറ്റ് ലൂബിയാണ്. ഉണ്ടോ, ഇത് ഇതിവിടെ കാഴ്ചതാണ് കേട്ടോ. സീറ്റ് ലൂബി നല്ല ടേസ്റ്റുള്ളൊരു പഴമാണ്, വലിയ പഴമാണ്. ഇത് നമ്മൾ വെരിഗേറ്റഡ് നാരകമാണ്. നമുക്കിത് വെള്ളം കലക്കുക, അതുപോലെ ഇതുപോലെ ഓർണമെൻ്റലായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെടിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇത് സീഡ്ലെസ് ലെമണാണ്, കുരുയില്ലാത്ത നാരകം. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ. ഉണ്ടോ, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഇതാണ്, കുരുയില്ല. പക്ഷെ ഇത് ഡയറക്റ്റ് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. ഡയറക്റ്റ് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇട്ടിട്ട് അഴിച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. നല്ല ഇതാണ്. 150 രൂപയുള്ള പ്ലാന്റിൻ്റെ വില ഇവിടെ. ഇഷ്ടംപോലെ കൊലകുത്തി കഴിക്കുകയും ചെയ്യും. ഇത് മൾബറിയാണ്. ഇത് ബ്രസീലിയൻ മൾബറിയാണ്. ഇത് ഭയങ്കര ഈ ഒരു ഇതാ, ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ? ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വിരലിനെക്കാട്ടിയും വലിപ്പമുണ്ട്. ഇത് കുറച്ചുകൂടിയും വരും, എന്നിട്ട് അത് കളറ് വരുള്ളൂ. ഇത് പഴുത്തിട്ടില്ല കേട്ടോ. നല്ലൊരു ചെടിയാണ് മൾബറി. ഇത് നമ്മൾ ഇന്ത്യൻ മുസമ്പിയാണ് കണ്ടോ. നമ്മളിത് സാധാരണ പ്രൂൺ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ കായ്ഫലം തരുള്ളൂ. നമ്മളിത് കട്ട് ചെയ്യാതിരിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് നാരകവർഗ്ഗം മൊത്തം നന്നായി പ്രൂൺ ചെയ്യണം. ഇതേപോലെ ഉണ്ടാവുള്ളൂ. എല്ലാ കായകളും നമ്മളൊരു 99% കായകൾ പിടിച്ചിട്ടുണ്ട്. ഈ പൂവിട്ട കായകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് മാൾട്ട മുസമ്പിയുടെ ചെറിയ പ്ലാന്റുകളാണ്. ഇതിലും കായ്ച്ചതുണ്ട്. ഇത് നമ്മൾ വൈറ്റ് ഞാവലാണ്. നമ്മളിവിടെ ഇങ്ങനത്തെ പ്ലാന്റുകളുണ്ട് നമ്മുടെ അടുത്ത് കൊടുക്കാൻ. ഇഷ്ടംപോലെ കായ്ച്ചു. വെള്ള ഞാവല നല്ല ടേസ്റ്റാണ്. ബ്ലാക്ക് ഞാവൽ കുറച്ച് വെഴുകും കായഫലമാവാൻ. ഇത് വൈറ്റ് ഞാവൽ നല്ല ടേസ്റ്റാണിത്. കംപ്ലീറ്റ് പൂത്തിട്ട് താഴെ മുതൽ മേളിൽ വരെ പൂത്തുണ്ട്. ഇത് വൈറ്റ് ഞാവലിൻ്റെ തൈകളാണിത്. കണ്ട കാഴ്ച തൈകളാണ് ഈ കാണുന്നതൊക്കെ. ഇത് കൊടംപുള്ളിയുടെ പ്ലാന്റാണ്. നമ്മൾ ചട്ടിയിൽ വെച്ചാണ്ടോ കൊടംപുള്ളിയാണിത്. അത്യാവശ്യം നമുക്ക് കായ്ഫലം തരുന്നുണ്ടോ. ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളുണ്ട് ഇവിടെ. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള കൊടംപുള്ളി നമുക്ക്
ഇതൊന്നും തന്നെ നമുക്ക് ലഭിക്കും. കാരണം നമ്മളൊരു വലിയൊരു മരമായിട്ട് ഇടൊന്നും വേണ്ട, ഒരു ചെറിയ ഡ്രമ്മിൽ ഇതുപോലെ വളർത്തി കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വീട്ടുകാരുടെ ആവശ്യത്തിന് ഈ സാധനം നമുക്ക് ഇങ്ങനെ നടാം. ഇത് മിൽക്ക് ഫ്രൂട്ടാണ്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് വെക്കാവുന്നൊരു പ്ലാന്റാണ്. കാരണം ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഫ്രൂട്ട് കഴിക്കും ചെയ്യുക. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ഭയങ്കര തിളക്കാവും. അടിഭാഗം ഇതേപോലെ ഒരു ഗോൾഡൻ കളർ വരും. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയാണ്, നല്ല ഭംഗി. ഇതിൻ്റെ ഉൾഭാഗം ഇതേപോലെ പച്ച കളറും ഉണ്ടാവും. ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുള്ളൊരു ചെടിയാണ്. അത് ഭക്ഷ്യയോഗ്യമാണ് ഇത് സംഭവം. ഉണ്ടോ, ഇതിൻ്റെ തൈകൾ ഇവിടെ ഉണ്ട്. ചെറിയ തൈകളുണ്ട്, സീഡ് തൈകളുണ്ട്, ബെഡ് തൈകളുണ്ട് ഇവിടെ. ഇത് നമ്മൾ സീതപ്പഴത്തിൻ്റെ റെഡ് ആണ്. അതിൻ്റെ പുറംഭാഗം ഒരു റെഡിഷ് കളറും ഉൾഭാഗം സാധാരണ വൈറ്റ് തന്നെയാണ്. അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ടായിരുന്നു. പ്രാവശ്യത ഇഷ്ടംപോലെ പൂട്ടുണ്ട്, ഇഷ്ടംപോലെ പൂട്ടുണ്ട്. മരം മുഴുവൻ ഈ ചെറിയ ഇതിലടക്കം നമുക്ക് കായ്ച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതിൻ്റെ തൈകൾ നമ്മളെടുത്തു. നമ്മൾ ഇതിൻ്റെ തൈകൾ നമുക്കൊരു 300 രൂപയും മറ്റേ സാധാ സീതപ്പഴത്തിൻ്റെ ഒരു 200 രൂപയുള്ളൂ. ഇത് 300 ലക്ഷം വില ഉണ്ട്. അപ്പോൾ ബെഡ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാട്ടോ, അല്ലാതെ സീഡ് തൈകളല്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സീതപ്പഴത്തിൻ്റെ റെഡ് സീതപ്പഴമാണ്. അതിൻ്റെ തൈകൾ ഇവിടെ ഉണ്ട്. 300 രൂപ പറഞ്ഞ തൈകളാണ് ഇതൊക്കെ. ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഉണ്ടോ, ഈ ഭാഗത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട്. ഇത് ചൈനീസ് കരിവേപ്പാണ്. നമ്മൾ മറ്റേ കരിവേപ്പിനെക്കാട്ടി നല്ല ലീഫ് ചെറുതായിരിക്കും, നല്ല സ്മെല്ല് കൂടും. ഇതിൻ്റെ തൈകൾ നമ്മുടെ ഇവിടത്തിൽ ലഭ്യമാണ്. കാരണം ഇതല്ല, ഇത് വേറെ ഉണ്ട് ഇവിടെ നമ്മൾ തൈ ചെയ്തിട്ട്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ നമ്മൾ ചട്ടിയിലാണ് നട്ടുള്ളത്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്, എങ്കിലും എല്ലാ പ്ലാന്റ്സും ഈ ചട്ടിയിലും ഡ്രമ്മിലേക്കാണ് വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണത്? ഞാൻ എന്താ സംഭവിച്ചാലേ, നമുക്കിവിടെ 30 സെൻറ്റ് സ്ഥലമുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ കർഷകർക്ക്, കാരണം ഈ ചെറിയ കുട്ടികളായാലും ആരായാലും നമുക്ക് ഏറ്റവും എളുപ്പം ഫലം നൽകുക പറഞ്ഞാൽ ചട്ടിയിൽ വെച്ചാണ്. നമ്മൾ സാധാരണ നമ്മൾ ഭൂമിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആ വേരുകൾ ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളടത്തേക്ക് ഓടാനുള്ളൊരു സ്ഥലമുണ്ട്. എന്നാൽ ചട്ടിയിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ വെച്ച് കഴിഞ്ഞാൽ അതൊരു പരിധി വരെ അതിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ, അതൊന്ന് സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം തരും. മറ്റത് നമ്മളത് ഭൂമിയിൽ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരോടും, നമുക്ക് സ്ഥലമില്ലാത്തവർക്കും ആയാലും സ്ഥലമുള്ളവർക്കായാലും, നമ്മളൊരു സാധാരണ ഒരു 30 സെൻറ്റ് സ്ഥലത്ത് പരമാവധി ഒരു 30 പ്ലാന്റോ അല്ലെങ്കിൽ 20-25 പ്ലാന്റോ നമുക്ക് കിട്ടുള്ളൂ. ആ സ്ഥലത്ത് നമുക്കൊരു 100-200 പ്ലാന്റുകൾ നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ വെക്കാം. 200-ന് മുകളിൽ വെക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അതുമല്ല, കുറേ സ്ഥലം വേണ്ട, ഒരു 10 സെൻറ്റ് സ്ഥലത്ത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റുകൾ വയ്ക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഇത് നമ്മൾ ഗംഗാബോണ്ടം തൈയാണ്. ഞാനത് ഡ്രമ്മിലാണ് വെച്ചുള്ളത്. എനിക്കിവിടെ 30 സെൻറ്റ് സ്ഥലമുണ്ട്. എന്നാലും കൂടി ഞാൻ ഡ്രമ്മിൽ കൃഷി ചെയ്തിട്ട് കർഷകർക്കൊരു മാതൃക കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം എല്ലാവരും നമ്മൾ സ്ഥലമില്ല പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും സാധാരണ സ്ഥലമില്ല പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡ്രമ്മിൽ വെച്ചിട്ടൊരു തെങ്ങിനെ വെച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്ഥലത്ത് കാണുന്നുണ്ടാവും, നമ്മളെ ഈ സ്ഥലങ്ങളിൽ എൻ്റെ പ്ലാന്റുകളൊക്കെ ഞാൻ കൊടുക്കാനുള്ളതും എൻ്റെ വീട്ടിൽ വെച്ച പ്ലാന്റുകളൊക്കെ നല്ല ഉഷാറായിട്ട് കാണാം. കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉണ്ടാവും, ഭംഗിയുണ്ടാവും, ഗ്രീനിൻ്റെ ഒരു ടച്ച് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഏറ്റവും സവിശേഷത എന്താ വെച്ചാൽ, ഞാനിവിടെ കൊടുക്കുന്ന വളങ്ങൾ ഒന്ന് ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങളാണ്. ഞാനൊരു 2-3 വർഷത്തോളമായി ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നതാണ് ഓർഗാനിക്കാണ്. 2 അതുപോലെ ഞാനിവിടെ സാധാരണ ഡ്രമ്മിൽ ഒക്കെ കലക്കി വെച്ച സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്ന വേസ്റ്റ് വേണമെങ്കിൽ കാണാം, വലിയ ഡ്രമ്മിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ്, ചോറ്, മറ്റ് കഞ്ഞിരവെള്ളം, അതിൽ ഞാൻ കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ഒക്കെ പൊളിപ്പിച്ചിട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇവിടുത്തെ ഞാൻ ചെയ്യുന്ന 2 വളങ്ങളാണ്. ഞാൻ വേറെ വളങ്ങളൊന്നും യൂസ് ചെയ്യില്ല.
ഒന്ന് ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങളും പിന്നെ നമ്മളെ അടുക്കളയിലത്തെ നമ്മളെ വേസ്റ്റ്, അടുക്കള വേസ്റ്റ് പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് പ്ലാന്റുകൾ എടുത്ത് നോക്കി നോക്കൂ, എല്ലാതും നല്ല ഗ്രീനിഷ് ആയിരിക്കും. അതിലൊരു സംശയമില്ല. ഞാനിവിടെ വിൽപ്പനയ്ക്കുള്ളതും അതുപോലെ നമ്മൾ വെച്ച പ്ലാന്റുകളും ഒക്കെ ഗ്രീനിഷ് ആയിരിക്കും. ഞാൻ പിന്നെ അത് മാറ്റി ചെയ്യാറില്ല, ഒക്കെ നല്ല ഗ്രീനിഷ് ആയിരിക്കും. ഇത് അതുപോലെ നമ്മൾ അപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഡ്രമ്മാണ്. ഈ ഇത്രയും വലിയ ഡ്രമ്മിൽ ഞാൻ കഞ്ഞിരവെള്ളം പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടിട്ട് വെക്കും. ഇത് പൊളിപ്പിച്ചതിന് ശേഷമാണ് ഞാനിത് ഈ നമ്മളെ പ്ലാന്റുകളൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പം അതിൻ്റെ ഗുണം എന്തായാലും 100% പക്കയാണ്. കാരണം ഈ ഇംഗ്ലീഷ് വളം ഉപയോഗിക്കുന്നതിന് പകരം, ഇംഗ്ലീഷ് വളത്തിന് ഞാൻ കുറ്റപ്പെടുത്തില്ല, ഇംഗ്ലീഷ് വളം ഉപയോഗിക്കുന്നതിന് പകരം നമ്മളെ വീട്ടിൽ വളർത്തുന്ന ചെടികൾക്കൊക്കെ ഇതേപോലെ ഓർഗാനിക് വളങ്ങൾ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഇതൊക്കെ കണ്ടില്ലേ, അത്രയും നല്ല റിസൾട്ടാണ്, ഗുഡ് റിസൾട്ടാണ്. കാരണം ഗ്രീൻ പ്ലാന്റ് വളങ്ങളും അതുപോലെ ഞാൻ എൻ്റെ ഈ ഓർഗാനിക് അതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വേസ്റ്റ് വളങ്ങളും. ഇത് നമ്മളെ കൊടംപുളിയുടെ പ്ലാന്റുകളാണ് കാണുന്നത്. അതുപോലെ നമ്മൾ ലോങ്ങൻ്റെ പ്ലാന്റുകൾ, നമ്മുടെ കണ്ടതിൻ്റെ ലോങ്ങൻ്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് അതുപോലെ കുളമ്പ്, കാലാപ്പാടി, ഓൾ സീസൺ മാവ്, ഇതൊക്കെ നമ്മളെ അതിൻ്റെ കൊടുക്കാനുള്ള പ്ലാന്റുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. കുറേ പ്ലാന്റുകളുണ്ട്. അത്യാവശ്യം ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണല്ലോ. അതെ 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 ഹെൽത്തി പ്ലാന്റുമാണ്. ഹെൽത്തി പ്ലാന്റാണ്. നമ്മളവിടെ കണ്ടതിൻ്റെ റൂബി റെഡ് ലോങ്ങനാണിത്. അതുപോലെ 4 സീസൺ ലോങ്ങൻ കൊടുക്കാനുള്ള പ്ലാന്റുകളാണ്. ഇത് വൈറ്റ് ലോങ്ങൻ, അവിടെ വൈറ്റ് ലോങ്ങൻ പറയില്ല, അവിടുത്തെ അതിൻ്റെ തൈകളാണ്. ഇത് നമ്മളെ കൊടംപുളിയുടെ തൈകൾ, കുളമ്പ്, അല്ല കാലാപ്പാടി, അങ്ങനെ കുറേ പ്ലാന്റുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പ്ലാന്റുകളുണ്ട്. അതിനെ ഓരോന്നോരോന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല. ഇതെൻ്റെ മാംഗോസ്റ്റിൻ്റെ കുറേ പ്ലാന്റുകളുണ്ട്. അതിലൊരു പ്ലാന്റാണ് ഈ വലുത്. ഇതൊക്കെ നമ്മൾ അത്ര വലിയ പ്രായമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഈ വളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ വളർച്ച. ഒക്കെ നല്ല ബുഷായ പ്ലാന്റുകൾ. ഈ കാണുന്ന മരം അബിയു ഉണ്ടോ, ഇത്രയും വലിയ മരമാണ്. ഒരു 5 വർഷം പ്രായമുള്ള അബിയാണ്. പക്ഷെ അത്യാവശ്യം പാടും തന്നു. ഇതൊക്കെ ഓറഞ്ചിൻ്റെ ഇതാണ്. സീഡ്ലെസ് ഉണ്ട്. ഇത് സീഡ്ലെസ് ആണ്. ഇത് കിംകാറ്റ്, ഇസ്രായേൽ ഓറഞ്ച് ഉണ്ട്, കമല ഓറഞ്ച് ഉണ്ട്, മൊസംബി, ഇത് മൊസംബിയുടെ പ്ലാന്റാണ്, കാഴ്ച മൊസംബിയുടെ പ്ലാന്റാണ്. സീറ്റ് ബുഷ് ഓറഞ്ചിൻ്റെ സീറ്റുള്ളതുണ്ട്, സാധാ ബുഷ് ഓറഞ്ച് ഉണ്ട്. അതുപോലെ റെഡ് ലെമൺ ആണിത്. റെഡ് ലെമൺ ഉള്ളിൽ ചുവപ്പ് കളറുള്ള റെഡ് ലെമൺ ആണ്. അതുപോലെ ഇത് വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ചാണ്. കണ്ടോ, വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച് കായകളുള്ള തൈകൾ. അത് നാഗ്പൂർ ഓറഞ്ച്. പിന്നെ വിയറ്റ്നാം മാൾട്ട മൊസംബിയാണിത്. ഈ കാണുന്നത് വിയറ്റ്നാം മാൾട്ട മൊസംബിയാണ്, വലിയ പ്ലാന്റാണ് ഈ കാണുന്നത്. പിന്നെ സാധാ ചെറുനാരകം. ഇതൊക്കെ നമ്മൾ ഓറഞ്ചിൻ്റെ ഒരു സെക്ഷനാണ്. അതുപോലെ വെരിഗേറ്റഡ് ആണ് ഈ കാണുന്നത്, വെരിഗേറ്റഡ് മൊസംബി. ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റിയ ബുഷ് പെപ്പറാണ്. കുറ്റിക്കുരുമുളകാണ്. കുറ്റിക്കുരുമുളക് പറഞ്ഞാൽ ഇത് പന്നിയൂർ വണ്ണ് പറഞ്ഞ ആണിത്. പന്നിയൂർ വണ്ണ് ഇത് കണ്ട അത്യാവശ്യം വലിയ ഇതായിരിക്കും. ഇത് തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ, സാധയിലല്ല. ഇത് തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഇവിടെ ഉണ്ട്. ഇതാണ് തിപ്പിലി. ഈ കാണുന്നതാണ് തിപ്പിലി. തിപ്പിലിയിൽ ഇത് നമ്മൾ കുരുമുളകിൻ്റെതും കണ്ട ഇതിവിടെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. നമ്മൾ ചട്ടിയിൽ വീട്ടിലൊക്കെ നമുക്കൊരു 1-2 പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് ഇതേപോലെ വളർത്താം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് വളർത്തുന്നതാണ്. ഇത് 3 വർഷം, ഞാൻ നേരത്തെ ഡ്രമ്മിൽ വെച്ച പോലെ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഗംഗാബോണ്ടത്തിൻ്റെ തൈകളാണ്. ഇവിടെ തെങ്ങുകളും കഴുങ്ങുകളും ആകെ 2 ഇനം ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. തെങ്ങുകൾ ഗംഗാബോണ്ടത്തിൻ്റെ തൈകളും കഴുങ്ങ് ഇൻഡർസി മംഗള 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഇൻഡർസി മംഗളയുടെ തൈയും അല്ല ഗംഗാബോണ്ടത്തിൻ്റെ തൈയും. നമ്മളിവിടെ 300 രൂപയ്ക്കാണ് ഗംഗാബോണ്ടത്തിൻ്റെ തൈ കൊടുക്കുന്നത്, 300 രൂപയ്ക്ക്. അല്ല ഇൻഡർസി മംഗള നമ്മൾ 40 രൂപ 37 രൂപ. അത് അങ്ങനെ
നമുക്ക് വരുന്നതിനനുസരിച്ച് കർഷകർ തരുന്നതിനനുസരിച്ച് 35 റുപ്യക്ക് ഞാൻ കൊടുക്കാറുണ്ട്. 35 രൂപ, 37 രൂപ, 40 രൂപ ഇതിൻ്റെ ഇടയിൽ. അത് നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ആ വിലയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. നമ്മൾ റംബുട്ടാൻ്റെ അനവധി പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ 200 രൂപ മുതൽ 5000, 6000 രൂപ മുതലുള്ള പ്ലാന്റുകൾ നമ്മളിവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു 400 രൂപ, 500 രൂപ ഉള്ള പ്ലാന്റുകളാണ്. പിന്നെ നമ്മൾ 200 രൂപയുടെ പ്ലാന്റുകളുണ്ട്, അപ്പുറത്താണ് ഇരിക്കുന്നത്. നമ്മളെല്ലാതും ഇതിൽ കാണിച്ചിട്ടില്ല. വലിയ പ്ലാന്റുകൾ നമുക്കിവിടെ ലഭ്യമാണ്. റംബുട്ടാൻ നമ്മളെ വീട്ടിൽ വെക്കേണ്ട ഒരു അത്യാവശ്യത്തിൽ ചക്ക മാങ്ങ കഴിഞ്ഞാൽ വെക്കേണ്ട ഒരു സാധനമാണ് റംബുട്ടാൻ. ഞാൻ ചെയ്യുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥലത്ത് ഞാൻ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 രീതിയിലുള്ള പ്ലാന്റുകളാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 2 രീതിയിൽ പറഞ്ഞാൽ ഒന്ന് ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ ഉപയോഗിച്ചുള്ള സെറ്റിങ്ങും ഉണ്ട്. അതുപോലെ നമ്മൾ നാടൻ കടലപ്പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, അതുപോലെ അങ്ങനെയുള്ള സാധനം വെച്ച് ചാണകപ്പൊടിയൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ തന്നെ നമ്മൾ പ്ലോട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലോട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ ആട്ടും കാഷ്ടവും ഉണ്ട്, ചാണകപ്പൊടി ഉണ്ട്. അപ്പോൾ ഞാൻ ആട്ടും കാഷ്ടത്തിന് സാധാരണ ഒരു ചാക്കിന് നമുക്ക് 200-250 റുപ്യ വില വരും. ചാണകപ്പൊടി നമുക്കവിടെ 150-170 റുപ്യക്ക് കിട്ടും. അപ്പോൾ ആട്ടുംകാട്ടത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ ലേശം റേറ്റ് കൂടും. എന്നാലും കൂടി ഓരോരുത്തരോടും നമ്മൾ റേറ്റ് പറഞ്ഞു, കാരണം ഏതിലാണ് സെറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ട് ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേരളത്തിൽ ആർക്ക് വേണമെങ്കിലും വിളിക്കാം. ഞാനിപ്പോൾ തലശ്ശേരി ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ ചെയ്തിട്ടുണ്ട്, പാലക്കാട് ചെയ്തു, ഇവിടെ മലപ്പുറം ജില്ലയിൽ പല ഭാഗങ്ങളും ചെയ്തു. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും പോയിട്ട് ഞാൻ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും. ദൂരം നമുക്ക് വിഷയമില്ല. നമ്മളതിന് അവിടേക്കുള്ള ചാർജ് അടക്കം നമ്മൾ റേറ്റ് പറയും. ആ റേറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ സാധനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എവിടെ വേണമെങ്കിലും ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഏത് വളമാണെന്ന് വെച്ചാൽ ആ വളം വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഈ വീഡിയോയിൽ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ നമ്മൾ ഇതിലൊരു ഗുണം വെച്ചാൽ ഞാൻ 3 ടേം, ഒരു വർഷത്തിൽ 3 ടേം അതിൻ്റെ വളങ്ങൾ ചെയ്യാനുള്ള വളങ്ങൾ ചെയ്തു വരും ചെയ്യും. നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് പോവില്ല. 3 ടേം വന്നിട്ട് അതിൻ്റെ വളങ്ങൾ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ വച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷത്തിൽ 3 ടേം വന്നിട്ട് അതിൻ്റെ വളം ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമുക്ക് ബന്ധപ്പെടാം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.